പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് ഒരു അനുഗ്രഹീത ദിവസമാണ്. നോമ്പിൻ്റെ പ്രാർത്ഥനയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്നതിൻ്റെ 14-ാം ദിവസം, അതോടൊപ്പം തന്നെ ഞായർ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ വീണ്ടും ഒന്ന് സമർപ്പിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഈ ദിവസം ദൈവം നമ്മോട് വളരെ മൃദുവായി പറയുന്നു. ഒരു ശകാരത്തിൻ്റെ സ്വരമായിട്ടല്ല, വളരെ മൃദുവായ സ്വരത്തിൽ പറയുന്നു, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. മകനെ, മകളെ, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഞായർ എന്നത് ആത്മാവിന് വിശ്രമം നൽകുന്ന ഒരു വലിയ ദിവസമാണ്. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകളിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നു. പലവിധങ്ങളായ ചിന്തകളാൽ പ്രക്ഷുബ്ധമായ മനസ്സ്, ഉത്തരം ലഭിക്കാത്ത അനവധിയായ ചോദ്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം അല്പനേരത്തെ വിശ്രമത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി തമ്പുരാൻ നമുക്കായി വേർതിരിച്ചു നൽകിയ വിശുദ്ധമായ ഒരു ദിവസമാണ് ഞായർ. അതാണ് വിശുദ്ധ മത്തായി 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നീ എത്തുമ്പോൾ, ദേവാലയത്തിൽ നീ എത്തുമ്പോൾ, നിന്റെ ഭാരം അവൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോമ്പ് എന്നത് അകമയുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ, അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഒരു യാത്രയാണ്. ചിന്തകളെ ശുദ്ധീകരിക്കുവാൻ, വാക്കുകൾ ശാന്തമാക്കുവാൻ, വാക്കുകളെ ഒന്ന് മൃദുവാക്കുവാൻ, ഹൃദയത്തെ ദൈവത്തിനായി ഒന്ന് തുറക്കുവാനുള്ള വിശുദ്ധമായ ഒരു യാത്ര. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന്. ഈ കഴിഞ്ഞ 14 ദിവസങ്ങളിൽ ദൈവം നിന്റെ ഉള്ളിൽ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിനക്ക് തോന്നാത്ത മാറ്റങ്ങൾ പോലും ദൈവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. തിരുപ്പിറവി എന്നത് ദൈവം നമ്മോട് അടുത്തു വരുന്ന ആ ഒരു വലിയ സത്യമാണ്. ഇതിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നിങ്ങളിൽ നിന്ന്, നിന്നിൽ നിന്ന് ദൂരെയല്ല. അവൻ നമ്മോട് അടുത്തു വരുന്നു. നമ്മുടെ വേദനകളിൽ പങ്കുചേരുവാൻ, നമ്മുടെ വേദനകൾക്ക് ആശ്വാസത്തിൻ്റെ അനുഭവം നൽകുവാൻ അവൻ വരുന്നു. അതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർക്കുന്നത്. നീ ഒറ്റപ്പെട്ടവനായി തോന്നിയാൽ ഈ വചനം ഓർക്കുക. യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം നിന്റെ സമീപത്താണ്. ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു വാക്ക്, ഒരു കൈത്താങ്ങ്, അതാണ് ആ വചനം. ദൈവം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഈ ഞായർ ദിവസത്തിൽ ദൈവം നിന്റെ ആത്മാവിനെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ മുൻപിൽ നിശബ്ദമായി നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് നൽകുന്നു. തിരുപ്പിറവിയെ ശുദ്ധമായ ഹൃദയത്തോട് സ്വീകരിക്കുവാൻ എന്നെയൊന്ന് ഒരുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ആമേൻ. സ്തോത്രം.